വനംവകുപ്പ് താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിടൽ നടപടിക്കെതിരെ വിമർശനവുമായി ഇടുക്കിയിലെ ഇടതു നേതാക്കൾ വാച്ചർമാരെ പിരിച്ചുവിടൽ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമെന്ന് LDF കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. വനം മന്ത്രി നേരിട്ടിടപെട്ട് സർവകക്ഷി യോഗം വിളിക്കണമെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് വാച്ചർമാരെ നിലനിർത്തണമെന്നാണ് LDF നിലപാടെന്നും ശിവരാമൻ വ്യക്തമാക്കി. കഴിഞ്ഞ 9-ാം തീയതിയാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, നേര്യമംഗലം, ദേവികുളം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകൾക്ക് കീഴിൽ കാലാകാലങ്ങളായി ജോലി നോക്കി വരുന്ന താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ മാർച്ച് 31-ന് ശേഷം പിരിച്ചുവിട്ടുകൊണ്ടുള്ള മൂന്നാർ DFOയുടെ ഉത്തരവിറങ്ങിയത്. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്നാണ് LDF നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. വനസംരക്ഷണവും വന്യജീവി പ്രതിരോധവും നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് വിലയിരുത്തൽ. വനം മന്ത്രി നേരിട്ടിടപെട്ട സർവകക്ഷി യോഗം വിളിക്കണമെന്നും വിഷയത്തിൽ സർക്കാർ ഇടപെട്ട വാച്ചർമാരെ നിലനിർത്തണമെന്നുമാണ് LDF നിലപാടെന്നും കൺവീനർ KK ശിവരാമൻ പറഞ്ഞു. വന്യജീവി ആക്രമണങ്ങൾ തടയുവാനും കൃഷിക്കാർക്ക് സംരക്ഷണം കൊടുക്കുവാനും ബാധ്യതയുള്ളവരാണ് ഈ വാച്ചർമാർ എന്ന് പറയുന്നത്. ആ വാച്ചർമാരെ ഇത്തരം ഒരു ഘട്ടത്തിൽ ജില്ലയിലെ കാർഷിക മേഖല വന്യജീവി ആക്രമണത്തിൽപ്പെട്ടൊരു വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് വാച്ചർമാരെ പിരിച്ചുവിടാൻ എടുത്തിരിക്കുന്ന തീരുമാനം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഏകാധിപത്യപരമായ തീരുമാനമാണത്. ആ തീരുമാനം റദ്ദാക്കപ്പെടണം. ഗവൺമെൻറ് ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്യണം. ഫലപ്രദമായ നടപടികൾ ഇപ്പോൾ വന്യജീവി ആക്രമണങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് തടഞ്ഞ് കൃഷിക്കാരെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. വനം വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. ഒരു DFO 100 വാച്ചർമാരെ പിരിച്ചുവിടാൻ ഏകപക്ഷീയ തീരുമാനം എടുക്കുകയും ഉത്തരവിറക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഉത്തരേന്ത്യയൊന്നുമല്ല, ഇത് കേരളമാണ്. കേരളം എന്നാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അത് ഒരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന വിഷയമില്ല. ട്രേഡ് യൂണിയനുകൾ വളരെ ശക്തമാണ് രംഗത്ത്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിക്കും. അതുകൊണ്ട് അത്തരം നടപടികളിൽ നിന്നും ജനങ്ങളെ കൂടുതൽ പ്രകോപിതരാക്കാതെ അത്തരം നടപടികളിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പിന്മാറണമെന്നാണ് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുവാനാണ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെയും നീക്കം. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.